നിന്റെ ശക്തികൾ, പോരായ്മകൾ, ശരീരത്തിൻ്റെ പ്രതികരണം, മനസ്സിൻ്റെ താളം, നീ എവിടെയാണ് തകരുന്നത്, എവിടെയാണ് തളരുന്നത്, ഇതെല്ലാം നിനക്കല്ലാതെ മറ്റാർക്കും പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ഒരു ഡോക്ടർക്ക് പോലും നിന്റെ ബോഡിയെ ഒബ്സർവ് ചെയ്യാം, പക്ഷേ യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത് നീ മാത്രമാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മിൽ ഒരു 70% ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ സംബന്ധിച്ചാണ്. മറ്റുള്ളവർ പറയും, നീ ഇത് പഠിക്കൂ, അത് പഠിച്ചോ, ഇതല്ല നിൻ്റെ ജോലി, ഇങ്ങനെ ചെയ്താൽ നീ സെറ്റാവും എന്നൊക്കെ അല്ലേ? എന്നാൽ അവർ നിൻ്റെ ഉള്ളു കണ്ടിട്ടോ നിന്നെ മനസ്സിലാക്കിയിട്ടോ ആണോ ഇത് പറയുന്നത്? ഒരിക്കലുമല്ല. അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ ഡിസിഷൻ എടുത്താൽ അത് പലപ്പോഴും നമ്മുടെ ലൈഫിനെ തെറ്റായ ട്രാക്കിലേക്കാണ് കൊണ്ടുപോകുക. അപ്പോൾ കുറ്റം ജോലിക്കല്ല, പഠനത്തിനുമല്ല. ക്ലാരിറ്റി ഇല്ലാതെ ഡിസിഷൻ എടുക്കുന്നതിനാണ് നമുക്ക് തെറ്റ് സംഭവിക്കുന്നത്. നിനക്ക് പകരം നിൻ്റെ ജീവിതം ജീവിക്കാൻ ആരും തന്നെ വരില്ല. നിൻ്റെ ലൈഫ് നിൻ്റെ അഡ്വൈസ് കേട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. നിൻ്റെ ജീവിതം പാളിപ്പോയോ എന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നീ എടുത്ത തീരുമാനങ്ങളെല്ലാം നീ എടുത്തതാണോ, അതോ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടെടുത്തതാണോ എന്നൊന്ന് ചിന്തിക്കുക. ഒരു സത്യം ഞാൻ ആദ്യം പറയട്ടെ. നിൻ്റെ ശരീരം എപ്പോൾ തളരും, നിൻ്റെ മനസ്സ് എപ്പോൾ തകർന്നു പോകും, നിനക്ക് എന്താണ് ചേരുന്നത്, ഇതൊക്കെ നിനക്കല്ലാതെ മറ്റാർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ശരിയല്ലേ? ഒരു ഡോക്ടർക്ക് പോലും നിൻ്റെ ശരീരം പരിശോധിക്കാം, പക്ഷേ നിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് നീ മാത്രമായിരിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവെന്താണെന്നറിയോ? ഓരോ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇത് പഠിച്ചോ, അത് പഠിക്കണ്ട, ഇത് ജോലിയല്ല, നീ ഇത് ചെയ്യണം. അവർ പറഞ്ഞത് കേട്ട് നമ്മൾ ജോലിക്ക് പോകും, പഠിക്കും. പിന്നെ എന്താകും? ജീവിതം പാഴായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോഴും നമ്മൾ പറയുക, ഈ ജോലി മോശമാണ്, ഈ ഫീൽഡ് ശരിയല്ല എന്നൊക്കെ. എന്നാൽ തെറ്റിയത് ജോലിയല്ല, അത് ഡിസിഷൻ എടുത്തത് നമുക്ക് പകരം മറ്റുള്ളവർ ആയതിനാൽ മാത്രമാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. നിൻ്റെ ജീവിതത്തിലെ വിജയത്തിനും പരാജയത്തിനും ബില്ലടയ്ക്കേണ്ടത് നീ തന്നെയാണ്. നിൻ്റെ വിഷമം ചുമക്കാനോ, നിൻ്റെ സ്ലീപ്ലെസ് നൈറ്റ് കാണാനോ, നിൻ്റെ ഡിപ്രഷൻ മാറ്റാനോ ഒന്നും അവർ വരില്ല. നിൻ്റെ പരാജയങ്ങൾക്ക് കുറ്റം പറയാൻ അവർ മുൻപിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കുക, എന്തിന് അവരുടെ അഡ്വൈസ് കേട്ട് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കണം? ഇന്ന് മുതൽ ഒന്ന് മാത്രം ചെയ്യൂ. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കൂ, പക്ഷേ തീരുമാനം എടുക്കുന്നത് നിൻ്റെ ക്ലാരിറ്റിയിൽ നിന്ന് മാത്രമാകണം. കാരണം നിന്നെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് നിനക്ക് തന്നെയാണ്. നിൻ്റെ ലൈഫും നിൻ്റെ ഡിസിഷനും നിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ആദ്യം റിയാക്ട് ചെയ്യുന്നത് മൈൻഡല്ല, ബോഡി ആയിരിക്കും. ഉറങ്ങാൻ പറ്റില്ല, നെഞ്ചിന് ഭാരമുണ്ടാകും, തലയിൽ മുഴുവൻ ചിന്തകളായിരിക്കും, ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടാവുക. ഇത് ലേസിയോ ഫിയറോ അല്ല, നിൻ്റെ ബോഡി പറയുന്ന സിഗ്നലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഇഗ്നോർ ചെയ്തു കളയും. കാരണം അവൻ പറഞ്ഞത് ശരിയായിരിക്കുമല്ലോ, അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾക്ക് എന്തറിയാം എന്നുള്ള രീതിയിലായിരിക്കും നാം അതിനെ റിയാക്ട് ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ അഡ്വൈസ് നൽകും, പക്ഷേ നിൻ്റെ ജീവിതത്തിന് പ്രൈസ് അടക്കുന്നത് നീ മാത്രമായിരിക്കും. ജോബ് ചെയ്യുമ്പോൾ ടയേർഡാകുന്നത് നീയായിരിക്കും. റോങ് ഫീൽഡിൽ സ്റ്റക്കാകുന്നതും നീയായിരിക്കും. ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, കൺഫ്യൂഷൻ ഇതെല്ലാം അനുഭവിക്കുന്നതും നീയായിരിക്കും. അവർക്ക് നിൻ്റെ വിഷമങ്ങളിൽ ഒരു നഷ്ടവും വരാനില്ല. അവരുടെ അഡ്വൈസ് ഫ്രീ ആയിട്ടായിരിക്കും നിനക്ക് ലഭിക്കുക. പക്ഷേ നിൻ്റെ ലൈഫ് ഒരിക്കലും ഫ്രീ അല്ല. മറ്റുള്ളവർ നിന്നെ കാണുന്നത് നിൻ്റെ റെസ്യൂമെ, മാർക്സ്, ഏജ്, സാലറി, സ്റ്റാറ്റസ് ഇതെല്ലാം കണ്ടിട്ടായിരിക്കും. പക്ഷേ നിൻ്റെ ലിമിറ്റ്സ്, നിൻ്റെ സ്ട്രെങ്ത്, നിൻ്റെ ബ്രേക്കിംഗ് പോയിൻ്റ്, നിൻ്റെ റിയൽ കപ്പാസിറ്റി ഇതെല്ലാം അറിയുന്നത് നിനക്ക് മാത്രമായിരിക്കും. ഒരു ഡോക്ടർക്ക് പോലും നിൻ്റെ പെയിൻ 100% ഫീൽ ചെയ്യില്ല. ഒരു ടീച്ചർ പോലും നിൻ്റെ കൺഫ്യൂഷൻ 100% മനസ്സിലാക്കുകയുമില്ല. അവർക്ക് ഗസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ നീയായിരിക്കും അത് ലൈവായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഗായ്സ്, ഒന്ന് മാത്രം നാം മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. അഡ്വൈസ് കേൾക്കാം, എക്സ്പീരിയൻസ് റെസ്പെക്റ്റ് ചെയ്യാം, പക്ഷേ നമ്മുടെ ഡിസിഷൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി സറണ്ടർ ചെയ്യരുത്. നിൻ്റെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് നിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. കാരണം ഈ ലൈഫ് ജീവിക്കേണ്ടത് അവരല്ല, നിൻ്റെ ലൈഫ് നിൻ്റേത് മാത്രമാണ്. ഗുഡ് ലക്ക് ഗൈസ്.